ഹലോ ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ എൻ്റെ വീടിൻ്റെ മുറ്റത്തുള്ള കുറച്ച് ഗാർഡനൊന്നുമല്ല, എന്നാലും ചെറിയ ചെറിയ ചെടികളെ ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ഇതൊരു ഓർക്കിഡിൻ്റെ വെറൈറ്റിയാണ് കേട്ടോ. ഇതൊരു 5-6 വർഷമായിട്ട് നമ്മുടെ വീട്ടിലുള്ള ഒരു ഓർക്കിഡാണ്. ഇത് കുറേ ഉണ്ടായിരുന്നു, ഇപ്പോൾ ഈ മഴയൊക്കെ ആയിട്ടെല്ലാം പോയി. ഇത് കുറേ ഇലച്ചെടികളാണ്. ഇതൊരു ആന്തൂറിയം. ഇതെൻ്റെ ഇവിടെ ആഞ്ഞിലി ഉള്ളത് കൊണ്ട് ഈ ആഞ്ഞിലി ചക്ക വീണ് ഇതെല്ലാം പോയി കിടക്കുക. ഇതൊരു ഹൈഡ്രാഞ്ചിയാണ്. 3 വർഷമായി കൊണ്ടുവച്ചിട്ട് ഇതുവരെ പൂവുണ്ടായിട്ടില്ല. ഇതൊക്കെ കുറേ ഇലച്ചെടികളാണ് കേട്ടോ. ഐ തിങ്ക് ഇത് ഇൻഡോർ പ്ലാന്റ് ആണെന്ന് തോന്നുന്നു. ഇതിവിടെ വെച്ചേക്കാണ്. നമ്മുടെ അകത്ത് അങ്ങനെ വെക്കാൻ പറ്റിയൊരു സ്പേസ് ഇല്ല. സോ ഇതൊരു തരത്തിലുള്ള ചേമ്പ, പക്ഷെ നല്ല ഭംഗിയാണ് അത് കാണാനായിട്ട്. ഇത് ഇൻഡോർ പ്ലാന്റ് അല്ല. ഇത് കുറേ ഇലച്ചെടികളാണ്. ചീര ഒക്കെ പോലത്തെ ചെടി. ഇതും വയലറ്റ് ഓർക്കിഡാണ് കേട്ടോ. പൂവുണ്ടായിട്ടില്ല ഇതുവരെ. ഇത് നല്ല ഭംഗിയുള്ളൊരു പനയാണ്. ഇത് നമ്മൾ ആലപ്പുഴയിൽ നിന്ന് കൊണ്ടുവന്ന് തൈ മേടിച്ചുകൊണ്ട് വന്ന് നട്ടേക്കാണ്. നല്ല ഭംഗിയാണ്. ഇത് വളർന്ന് വലുതായി കഴിയുമ്പോൾ കാണും. ഇതിൻ്റെ പേരെനിക്കറിയില്ല. കുഞ്ഞൊരു ഭംഗിയുള്ള പൂവാണ്. ഇതിന് കുനുകുനാന്ന് മൊത്തം പൂവുണ്ടാവും. ഇത് മഞ്ഞ ഓർക്കിഡ്. ഇത് എനിക്ക് അച്ഛൻ കൊണ്ടു തന്നതാണ്. ഇതൊരു 3 വർഷമായെന്ന് തോന്നുന്നു. ഞാൻ സൗദി പോകുന്നതിന് മുമ്പ് കൊണ്ടുവച്ചു. അന്ന് തൊട്ടേ പൂക്കുന്നുണ്ട്. ഇതൊരു ഇലച്ചെടിയാണ്. ഇതിൻ്റെ ഒന്നും പേര് എനിക്കറിയത്തില്ല. ഇതിലൊരു സൈസ് മുള്ളുണ്ട്. ഈ ചെടി എങ്ങനെയാണെന്നറിയോ? ഞാൻ എൻ്റെ ചേട്ടനും കൂടി ഒരു ദിവസം കോട്ടയത്ത് നിന്ന് വന്നപ്പം ഒരു വീടിൻ്റെ വാതിക്കൽ ഇങ്ങനെ നിറച്ചിങ്ങനെ കിടക്കുന്നു. പക്ഷെ അവിടെ ഒന്നും ആരുമില്ല, ചോദിക്കാൻ നോക്കിയിട്ട് ആരില്ല. അപ്പം ഞങ്ങളൊരു ഇതിൻ്റെ ഒരു 2 ലീഫല്ല, ഒരു ചെറിയ വേരോട് കൂടി ചെറിയൊരു പാർട്ട് എടുത്തിട്ട് വന്നു കേട്ടോ. അതിവിടെ വെച്ച് ഇപ്പം നന്നായിട്ടായിട്ടുണ്ട്. ഇവിടെ എല്ലാം ആഞ്ഞിലിക്കുരു വീണിങ്ങനെ കിടക്കുക. ഇതൊക്കെ രതിചേട്ടൻ്റെ ഏതാണ്ട് ചെടികളാണ്. എനിക്ക് അതിൻ്റെ പേരൊന്നും അറിയത്തില്ല. ഇതിനെയൊക്കെ വെള്ളത്തിലിട്ട് വെച്ചേക്കുക. വേറെ ഒരു ചെടി വെള്ളത്തിലിട്ട് കിടക്കുന്നുണ്ട്. ഇത് തെച്ചിയുടെ ഒരു വെറൈറ്റിയാണ്. എനിക്ക് പേരറിയില്ല, നിറയെ പൂവുണ്ട്. ഇത് എന്തോ ഒരു വാഴ, എന്തോ ഇതിൻ്റെ പേര്, വാഴച്ചെടിയോ വാഴപ്പൂവോ അങ്ങനെ എന്തോ ഒരു പൂവാണ്. ഇതൊക്കെയാണ്. ഒരിടയ്ക്കത്തെ എല്ലാവരെയും ഭ്രാന്തായിരുന്നല്ലോ ടട്ടിൽ വീന്. ഇവിടെ ഉണ്ടായി കുറേ. ഇതേ കണ്ട, താഴെയെല്ലാം ഉണ്ട്. നേരത്തെ കോഴി അഴിച്ചു വിടുന്നൊരു കോഴിയൊക്കെ തിന്ന് കിടക്കുമായിരുന്നു. അപ്പം ആ പാടെ ഇതും ആ താഴെ കാണുന്നതേ ഉള്ളൂ. പിന്നെ ഇത് നമ്മുടെ ലക്കി ബാമ്പു. ലക്ക് വരാൻ വേണ്ടി വെച്ചേക്കുക. വരൂ ലക്ക്. ഇത്രയൊക്കെ ഉള്ളൂ.